അവരാണ് ഇപ്പണി ചെയ്തത് എന്ന് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ക്ലിപ്പും എന്റെ പ്രസംഗമാണത്. അതിനോട് ചേർത്ത് വേറെ ഒരു മൗലവിയുടെ പ്രസംഗം കൂടി അതിൽ ചേർത്ത് കൊടുത്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും അറിയാവുന്നില്ല. പക്ഷേ ആര് പറഞ്ഞാലും ഏതാള് പറഞ്ഞാലും തെറ്റായത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇത് ദീനിന്റെ നിയമമാണ്. ആദ്യം നിങ്ങൾ ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലില്ല എന്ന് പറയാനുള്ള കാരണം പഠിച്ചോ? ലിഅന്നഹു നൂറുൻ, മുത്തുനബി നൂറാണ് എന്നതാണ്. അതിലെന്ത് മ്ലേച്ഛമായ സ്ഥലം, അതിലെന്ത് വൃത്തികെട്ട സ്ഥലം? പോയത്തം പറയുന്നില്ലേ ഒരു അതിര്? തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി തിരുത്തിക്ക്, അതാ ശരി. അതിനെ ന്യായീകരിക്കാൻ മൂപ്പര് ഒരു ഇട വെച്ചു കൊടുത്തതാ. പക്ഷേ പിടിക്കാൻ വിചാരിച്ചാൽ അതൊക്കെ പിടിക്കുമെന്ന് ഓർക്കണം. അപ്പൊ കള്ളശരീയത്തിന്റെ മൂന്നാമത്തെ ഉദാഹരണം, മുത്തുനബിക്ക് ഇടയ്ക്കിടെ നേലുണ്ടാകുമെന്ന വാദം ഇവിടെ കൊണ്ടുവന്നു. ഇനി പിടിച്ചു അടുത്തത് കള്ളശരീരം. ഇത് രണ്ടും മനസ്സിലായല്ലോ. നേലിനെ പറ്റിയുള്ളത്, നബി തങ്ങൾ ശംസിലോ ചന്ദ്രനിലോ നടക്കുമ്പോൾ നേലില്ല. ലിഅന്നഹു നൂറുൻ, കാരണം നബി നൂറാണ്. ഈ വാക്ക് കണ്ടാൽ അങ്ങനെ തന്നെ കൂട്ടി വിശ്വസിച്ചൂടൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കരുത്. അപ്പുറത്ത് മനസ്സിലാക്കിയാൽ അബദ്ധം വരും. നബി നൂറാകുന്നു, അതുകൊണ്ട് നബിക്ക് നടക്കുമ്പോ അതിൽ നേലില്ല എന്ന് കണ്ടാ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ. അങ്ങനെ തന്നെ കിതാബിലുള്ളൂ. ഞാൻ അല്ല നേലുണ്ട് നേലില്ല എന്ന് തന്നെ രണ്ട് കണ്ടാലും തെളിവ് സഹിതം കണ്ടാലും അത് ഖണ്ഡിതമല്ലല്ലോ. ഖണ്ഡിതമല്ലാത്തയിടത്തോളം കാലം വെല്ലുവിളിച്ചുകൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റൊന്ന്, നിഴലുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു. നബിയുടെ തടിക്ക് നിഴലില്ല എന്ന് പറയുന്നിടത്ത് പോലും കിതാബിലുള്ളത് നബി നടക്കുമ്പോൾ അതിന് നിഴലില്ല എന്നാണ്, അല്ലെ? വഅന്നഹു ഇദാ മശാ ഫീ ശംസിൻ, നബി തങ്ങൾ ഫീ ശംസിൻ ഔ ഖമരിൻ, ചന്ദ്രനിലാവിലോ സൂര്യപ്രഭയിലോ തങ്ങൾ നടന്നാൽ നബിക്ക് നേരില്ല എന്നാണ്. അതുകൊണ്ട് നബിയുടെ നിഴലില്ല എന്ന് പറയുന്ന ഭാഗവും ഖസായിസിൽ വന്നത് എങ്ങനെയാണോ അങ്ങനെ വിചാരിക്കണം. ഖസായിസിന്റെ കാര്യത്തിൽ ഖിയാസ് പറ്റില്ല. നമ്മൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പറയരുത് എന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞിരുന്നു. ആ ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ തെളിയിക്കാൻ നോക്കി. ഖസായിസ് പറഞ്ഞ കൂട്ടത്തിൽ കരിയുന്ന പറഞ്ഞിടത്തും എവിടെയെങ്കിലും പറഞ്ഞത് ആ കൂട്ടത്തിലും പറഞ്ഞത് അപ്പോഴും പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, ഞാൻ എന്തിനത് കേൾപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുയായികൾ അതിൽ ചേർത്ത് കൊടുത്തതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ആ വാദം അതിൽ കൊണ്ടുവന്നതിലൂടെ ഇവിടെ ഒരു വലിയ സത്യത്തെ പൊളിച്ചെഴുതുകയാണ്. അതെന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, സുന്നികൾ കാലങ്ങളായി ഇവിടെ വിശ്വസിച്ചു പോകുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം എന്താണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ദാത്തു ശരീഫിന് നിയലില്ല എന്ന വാദം, ആ വാദം അഹ്ലു സുന്ന അംഗീകരിച്ചു. ഇമാമിങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി. ഇവിടെ ആ വാദത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് ഈ പണി ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ പറഞ്ഞത് എന്താണ്? അതിന്റെ സത്യം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഞാനത് വിശദീകരിച്ച് പറയില്ല. പക്ഷേ ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, ഹബീബായ തങ്ങളെ സംബന്ധിച്ച് വഹാബി മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാദത്തിലേക്ക് തന്നെ ചെന്നെത്തേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിം സമുദായത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നോക്കൂ നിങ്ങൾ, കിതാബിൽ നിന്ന് ഞാൻ അതിന്റെ ഇബാറത്ത് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വായിച്ചു തരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിലാരോടും നമുക്ക് പ്രത്യേകമായി വിരോധമുണ്ടായതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ സുന്നത്ത് എത്രത്തോളം, ഞാനിത് ഗൗരവമായി പറയാൻ കാരണം, താനൂർക്കാരനായ ഒരു സഖാഫി, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ അടുത്ത് കൊടുത്ത ചിത്രം, അദ്ദേഹം എഴുതിയ ഒരു വാക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി. അയാൾ ഇതിൽ എഴുതി, ചില ആളുകൾ ഇപ്പോൾ മുത്തുനബിക്ക് നെയ്യലില്ലെന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നെയ്യലില്ല എന്ന വാദമാണ് നബിയെ കുറവാക്കൽ. നെയ്യലുണ്ട് എന്ന് പറയണം. കാരണം ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇതാ വഹാബിസം, ഇതാ വഹാബിസം. ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ പ്രകൃതിയിലെയല്ല. ഇന്നി ലസ്തു കമിസ്ലിക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല.
ഇനി ഞാനത് പറഞ്ഞു എന്ന് പറയണ്ട, ഈ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഞാൻ ഇമാമിങ്ങളെ കിതാബിൽ നിന്ന് അത് വായിക്കുന്നു. ആർക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന ആളെ എതിർക്കുക എന്നൊരു അജണ്ട ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്തോ ജീവിതത്തിന്റെ ശേഷമോ ഒരു സമയത്തും ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും നിയൽ എന്ന ഒരു സാധനം മുത്തുനബിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അത് സമർത്ഥിക്കാൻ ഞങ്ങളൊന്നും സന്നദ്ധരാണ്. ആർക്കും അപ്പുറത്ത് വരാം. കിതാബുമായിട്ടുള്ള അതാണ് ഇത് ഞങ്ങൾ പറയുന്ന കിതാബ് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് അയാൾ അഹ്സനിയല്ല, ഇയാൾ സഖാഫിയല്ല, അയാളൊക്കെ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആരെ അഹ്സനിയിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയുണ്ട് ഇൻഷാ അല്ലാഹ്, ഞാൻ വരാം. ഞാൻ പറയുന്ന കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി, ശാഫിഈ ഫുഖഹായിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാൻ, അവിടുത്തെ അൽ മിൻഹുൽ മക്കിയ അഥവാ ശറഹുൽ ഹംസിയ, ഹംസിയയുടെ വ്യാഖ്യാനം, അതിൽ മഹാൻ പറയുന്നത് കണ്ടില്ലേ സഹോദരങ്ങളെ? വമിമ്മാ യുഅയ്യിദു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വറ നൂറാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറായിരുന്നു എന്നതിനെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണ് അന്നഹു കാന ഇദാ മശാ ഫിശ്ശംസി നഹാറൻ ഔ ബിൽ ഖമരി ലൈലാ, രാത്രി സമയത്ത് അതാ ചന്ദ്രന്റെ പ്രകാശത്തിൽ നടന്നാൽ, അല്ലെങ്കിൽ അതാ സൂര്യന്റെ പ്രകാശത്തിൽ അവിടെ നിന്ന് സഞ്ചരിച്ചാൽ, അവിടെ നിന്ന് ജീവിച്ചാൽ, ലാ യദ്ഹറു ലഹു ദില്ലുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ വെളിവാകുന്നതേ അല്ല. ലിഅന്നഹു ലാ യദ്ഹറു ഇല്ലാ ലികസീഫിൻ വഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖല്ലസഹു അല്ലാഹു മിൻ സായിരിൽ കസായിഫിൽ ജിസ്മാനിയ. ഹബീബായ തങ്ങൾ പറയാണ്, നൂറാനിയത്തിനെതിരായി വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഹബീബായ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വസയ്യറഹു നൂറൻ സർഫാ, തനിച്ച നൂറായി അല്ലാഹു അവന്റെ ഹബീബിനെ പടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാ യദ്ഹറു ലഹു ദില്ലുൻ നസ്ലാ, ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ലാ യദ്ഹറു ലഹു ദില്ലുൻ നസ്ലാ, തീരെ തന്നെ അതോ അസ്ലാ, തീരെ ലാ യദ്ഹറു ലഹു ദില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യത്തില്ലാതെ കിട്ടും. നഫിന്റെ സിയാക്കിൽ നെക്കര വന്നാൽ എന്താന്നൊക്കെ മുതഅല്ലിമീങ്ങൾക്കറിയാം. അതൊന്നുകൂടി ശക്തിപ്പെടുത്തി മഹാൻ പറയാണ്, അസ്ലൻ തീരെ തന്നെ ഉണ്ടായിട്ടില്ല. ഇനി ഇവരിലും വലിയ ആളുകൾ പാരാപെടുള്ളത്. അപ്പൊ പിന്നെ മൂപ്പരെ അർത്ഥം വെച്ചത് കണ്ടില്ലേ? എന്താണ്? ഇതാ മശാന്നാണ് നടന്നു പോകുമ്പല്ല. അപ്പൊ ഇവര് പറഞ്ഞനുസരിച്ച് ഇപ്പൊ എന്താവും? മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ഇങ്ങനെ നേലുണ്ടാവൂല, നിന്നാ അപ്പൊ ഇങ്ങോട്ട് വരുന്നേ. അങ്ങനെ ഒരു നേരം നിന്നാ അങ്ങോട്ട് വരിക. എടോ, മശ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പഠിക്കണം. മശ എന്ന് പറഞ്ഞാൽ നടന്നു എന്ന് മാത്രമല്ല എന്റെ അർത്ഥം. ലാ തംശി ഫിൽ അർളി മറഹാ, എന്താ? അഹങ്കാരത്തോടെ നടക്കരുത് എന്ന് മാത്രം. അപ്പൊ ഇരിക്കുമ്പോ അഹങ്കാരം പറ്റുന്ന, അഹങ്കാരത്തോടെ ജീവിക്കരുത്. റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, സൂറത്തുൽ ഫുർഖാൻ. ഇതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ അടിമകൾ ഭൂമിയിൽ സമാധാനത്തോടെ കിബിറില്ലാതെ താഴ്മയോടെ നടക്കുന്നവരാണ് പറഞ്ഞാൽ ജീവിക്കുന്നവരാണ്. അപ്പൊ മശ എന്ന് പറഞ്ഞാൽ തന്നെ അത് കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി, ഞാനിത് പറയാൻ കാരണം അവർ ചെറിയ കാര്യമില്ല എന്ന് ചില ആളുകൾ, ചെറിയ കാര്യമല്ല അത്. ആര് പറഞ്ഞു ചെറിയ കാര്യമാണ്? ഞങ്ങൾക്കത് ചെറിയ കാര്യമില്ല. കാരണം ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഞങ്ങൾ ഇവിടെ പറയാതിരുന്നാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോ ആളുകൾ പറയൂലേ സഹോദരങ്ങളെ, അന്ന് കാന്തപുരം ഉസ്താദ് ജീവിച്ചിരുന്ന കാലത്ത്, സുലൈമാൻ ഉസ്താദ് ജീവിച്ചിരുന്ന കാലത്ത് മുത്തുനബിക്ക് നേലുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ എന്നൊരു വാദം ഇവിടെ വന്നിട്ട് ഒരാളും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഇനി ഞാൻ എന്റെ വകയിൽ മാത്രം പറഞ്ഞതാന്ന് വിചാരിക്കണ്ട. ഇതെന്താ സാധനം? ഇതൊക്കെ അറബി അറിയുന്ന ആർക്കും പരിശോധിക്കാം. അൽ അവായിദുൽ വജ്ദിയ ഫീ ശറഹിൽ ഖസായിദിൽ ബിത്രിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ ഫദീലത്തു ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിന്റെ കിതാബ്. ഈ കിതാബ്
വിത്തിരിയയുടെ ശറയിൽ മഹാനവറുകൾ എഴുതിയതാണ്. ഇതിൽ കണ്ടില്ലേ നിങ്ങൾ? ഇത് ഞങ്ങളിപ്പോ പറഞ്ഞു എന്നല്ല, പക്ഷേ പലർക്കും ഇത് പറയണമെന്നുണ്ട്. എന്ത്? മുത്തുനബിക്ക് നേരില്ല എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പലരുടെയും അടിമയായി പോയി. പക്ഷേ ഈ മഞ്ചേരിയുടെ അന്തരീക്ഷത്തെ ഇവിടെ പുനരണിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കിതാബ് ഉയർത്തിപ്പിടിച്ചു പറയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാന്മാരിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. നോക്കിക്കോളൂ നിങ്ങൾ. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ ഫഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. മഹാനായ ഉസ്താദ് അവர்கள் അതിന് കൊടുത്ത വ്യാഖ്യാനം കണ്ടില്ലേ നിങ്ങൾ? ബിനൂരി റസൂലില്ലാഹി, ഇതിങ്ങനെ വിശദീകരിച്ച് പറയാണ്, വലികൗനി ഹഖീഖത്തിഹി നൂറാനിയ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് തന്നെ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ എന്താണോ അതാ ഹഖീഖത്ത്, അത് തന്നെ നൂറാനിയത്തായതുകൊണ്ട് മാ കാന ലഹു ദില്ലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടായിട്ടേ ഇല്ല. ഇനി തിരിയാത്തവർ വരുമെന്ന് കരുതിയിട്ട് ഉസ്താദ് ഒന്നുകൂടി പറയാണ്, നൂറിനെങ്ങനെ നേരുണ്ടാവാനാണ്. ഇതെല്ലാരും പഠിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് പറയാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയാണ്. എന്നിട്ട് അവിടെ ഒരു കാര്യം കൂടി ഞാൻ അവിടെ പറയുന്നു, സഹോദരങ്ങളെ. എന്നിട്ട് മഹാനായ ഉസ്താദ് അവറുകൾ അവിടെ ഒരു ഹദീസും കൊടുക്കുന്നുണ്ട്. ഈ ഹദീസ് മാന്യ മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതെന്താണ്? നടന്നു പോകുമ്പോൾ നേരില്ല, അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചത്തിലില്ല, അപ്പൊ ഈ ബൾബിന്റെ വെളിച്ചത്തിൽ ഉണ്ടായിക്കൂടെ എന്നിങ്ങനെ തുടങ്ങി പൊട്ടത്തരം പറയുന്നവരോട് ഉസ്താദ് അവറുകൾ ഇതിൽ നിന്ന് ഉദ്ധരിച്ച ഇവിടെ കൊടുത്ത ഒരു ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇബ്നുൽ മുബാറക് വഇബ്നുൽ ജൗസി, ഉസ്താദ് അവറുകൾ പറയാണ്, ഇബ്നുൽ മുബാറക് തങ്ങളുടെയും ഇബ്നുൽ ജൗസിയുടെയും റിപ്പോർട്ടിലുണ്ട്, ഹദീസിലുള്ളതാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ലം യകുൽ ലഹു ദില്ലുൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടായിട്ടില്ല. കേട്ടോ, വലം യഖും മഅ ശംസിൻ ഖത്തു. എന്താണ് ഖത്തു എന്ന് പറഞ്ഞാൽ? എന്താ ഖത്തു? മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ആ മങ്കൂസ് പോലെ ഇത് നോക്കി നോക്കാം. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്തു എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിന്റെ ഉപ്പമാരോ ഉമ്മമാരോ ആദം നബി വരെ ഒരാളും ഒരു തെറ്റും ഒരു നീചവൃത്തിയും ചെയ്തിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഖത്തു, തീരെ തന്നെ. അതാ പറഞ്ഞ്. പിന്നെ ഞാൻ സംശയിക്കണ്ട. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യന്റെ വെളിച്ചത്തിൽ നിന്നാൽ ഇല്ലാ വലബ ലൗഹു വലാ ലൗഇ ശംസി, സൂര്യനേക്കാൾ പ്രഭ നൂറ് ആർക്കുണ്ടാവും? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യഖും മഅ സിറാജിൻ ഖത്തു ഇല്ല വലം യഖും മഅ സിറാജിൻ ഖത്തു. ഇനിയിപ്പോ സൂര്യനെ പറഞ്ഞിട്ടുള്ളൂ, വിളക്ക് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് സംശയിക്കണ്ട. വലം യഖും മഅ സിറാജിൻ, സിറാജ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു വിളക്കും ഒരു വിളക്കിന്റെ കൂടെയും മുത്തുനബി നിന്നിട്ടില്ല. ഇല്ല ആണോ? അവിടെയൊക്കെ വിളക്കിന്റെ വെളിച്ചത്തെക്കാൾ നൂറിനേക്കാൾ ഹബീബായ മുത്തുനബിയുടെ നൂറിങ്ങനെ പ്രകടമാകും. അതാ ഞാൻ പറഞ്ഞത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ തീരെ ഉണ്ടായിട്ടില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇമാം ഖലീൽ പറയുന്നു, ഇമാം ഖാദി ഇയാദ് പറയുന്നു, ലോകത്തുള്ള ഇമാമികൾ മുഴുവനും പറയുന്നു. ഇനി എന്റെ ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ആ വിഷയം ഞാൻ അവിടെ നിർത്തും. അതെന്താണ്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിഴലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ, ഒറ്റ പണ്ഡിതൻ, ഇന്നുള്ള ആളെ പോരാട്ടോ, ഇന്നുള്ള ആളെ പോരാ, വഹാബി നേതാക്കളെയും പോരാ, മുൻകാലത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ പണ്ഡിതൻ. അപ്പൊ ആര് പറഞ്ഞാലും ഭീമാബദ്ധമാണത്. സഹോദരങ്ങളെ, സൈനബീവി മുത്തുനബി എങ്ങനെ നോക്കുമ്പോ ദൂരെന്ന് ഒരാൾ രൂപം നടന്നു വരുന്നു. അടുത്തെത്തിയപ്പോ മനസ്സിലായി മുത്തുനബിയാണ്. അവിടെ നെല്ലിന്റെ മകനാതാ, നെല്ലിന് എത്ര മകനുണ്ട് എന്ന് പഠിക്കണം, എത്ര അർത്ഥമുണ്ട് എന്ന് പഠിക്കണം. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പോയേ ഉള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ലോകത്ത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഇമാമിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാം ഒരു
ഒരു സമയത്ത് നേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കും, ഇല്ലെങ്കിലും അവസാനിപ്പിക്കും. നേരില്ലാതെ മുസ്ലിം ലോകം മനസ്സിലാക്കി അതേ പറയാവൂ. അതാണ് മദ്ഹ്. ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഉളമി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ സാധാരണക്കാരായ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ പെട്ടുപോകരുത്. ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് നേരുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തൗബ ചെയ്യണം. ഉണ്ടായി